ട്രാവൽ അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് യൂട്യൂബിൽ. യൂട്യൂബിൽ വീഡിയോ ഇടുന്നൊരു അതിന് ടൈം യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം ഞാൻ എടുക്കുമ്പോഴൊക്കെ മിക്ക സമയങ്ങളിലും ചേച്ചി ഈ ഒരു എന്താ പറയുക മ്യൂട്ടായിട്ടുള്ള ഒരു ഇതിൽ ബുദ്ധിയുള്ള ഒരു ഉത്തരം പറയുന്നിട്ട് ഇങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ചോദിച്ചത്. അതറിയാതെ ഞാൻ വന്നിട്ട് കമന്റ് ഇടും, പക്ഷെ അത് വായിക്കുന്നില്ലല്ലോ. വായിക്കുന്നുണ്ടോ? അറിയില്ല കേട്ടോ. അത് ലൈവ് അങ്ങനെ വെച്ച് വെച്ചിട്ട് അങ്ങ് പോവുക. എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമായിരിക്കും അല്ലേ. സൈലന്റ് ഇടുമ്പോൾ ആണോ? എല്ലാം കൊറേ പഠിച്ചു അല്ലേ? കൊറേ പഠിച്ചു. ഇനി നമ്മള് കൊറേ പഠിക്കാനുണ്ട്. എന്തെങ്കിലൊക്കെ ആവും. എന്തെങ്കിലും ഒരു എവിടെ പറയാ, ഒരു ഞാൻ പറയാ ആലോചിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു നല്ല രീതിക്ക് എത്തും ഞാൻ വിചാരിക്കുന്നു. രാത്രി 10 മണി ഇരുന്നതിലാണ് കൂടുതൽ സംസാരിക്കാറ്. ആണോ? 10 മണിയാവോ? ആ സമയാവോ? ഇല്ലല്ലോ. 9 മണി 9:30 ആകുമ്പോഴേക്കും ഉണ്ടാവുമോ? ഞാൻ ഇന്നലെ ചേച്ചിയും ചേട്ടനൊക്കെ ലൈവ് ഇട്ട് സംസാരിക്കണ്ടായിരുന്നില്ലേ? അപ്പം പ്രജേട്ടനും ഉണ്ടായിരുന്നു, വേറൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പം പ്രജേട്ടൻ പറഞ്ഞതൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സൗണ്ട് കുറവായിരുന്നു. മറ്റേ ചേട്ടൻ എന്തോ പറയണ്ടത് എനിക്കൊന്നും മനസ്സിലായില്ല. കുറെ നേരം കണ്ടിരുന്നു. അപ്പൊ ഏട്ടൻ ചോദിച്ചു ഇതെന്താ കാണുന്നതെന്ന് ചോദിച്ചു എന്നോട്. അന്ന് നിങ്ങളോട് സംസാരിച്ചില്ലേ, ആ ചേട്ടൻ്റെ ലൈവാന്ന് പറഞ്ഞു. കുറച്ചു നേരം കണ്ടിരുന്നു. ഉം. 16 പേര്. ആരൊക്കെയാണോ 16 പേര്? ആണോ? കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളെ ശിശുവല്ലേ. ഇപ്പൊ വിരിഞ്ഞ കുഞ്ഞിപ്പുഴുവാണ് ഞാനൊക്കെ. ഞാനല്ല, ഞങ്ങളെ പോലെ കുറെ പേരുണ്ട്. അതിലൊരാൾ ഞാൻ, കുഞ്ഞിപ്പുഴു. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞിട്ട് ഒക്കെ ചെയ്യണം. അത് നമ്മൾ സെലക്ട് ചെയ്തിടുന്നതാണോ ഇനി ഇപ്പം എങ്ങനെയാണത്? കാര്യം വേറൊരു കാര്യം എന്തേ? ആ മറ്റേ നിങ്ങൾ ലൈവിൽ ഉണ്ടാച്ചായിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണോ? ഓൾറെഡി അറിയുന്നതാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ലൈവിലിട്ട് അറിയില്ല. അതെങ്ങനെയാ? അറിയുമ്പോഴാണ് ഓരോ കാര്യങ്ങളും അറിയുന്നത്. അതും കൂടെ പറഞ്ഞായിരുന്നേ. ഇതിലിപ്പോ നമുക്ക് പേഴ്സണലായിട്ട് നമ്പർ വേണമെന്ന് പോലും ചോദിക്കാൻ പറ്റൂല. അങ്ങനത്തെ കുറെ ക്രിമിനലുള്ള കുറെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അതും റിസ്ക്കാണ്. അപ്പോൾ കണ്ടിടുന്ന ശ്രദ്ധിക്കുന്നു. അതെങ്ങനെയാ ചേച്ചി അത്? അതും കൂടെ പറഞ്ഞു തരണേ. ലൈവ് ഇടുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി പറഞ്ഞു തരണം കേട്ടോ. ഇടത്തെ സൈഡിൽ ഒരു ചാർജ് ചിഹ്നം ഉണ്ടാകും. ഓക്കെ, വേളാങ്കണ്ണി ഹായ് ഹായ്. ഇടത്തെ സൈഡിൽ ഒരു ചാർജ് ചിഹ്നം. ഇതിലിപ്പം ഒരു ക്യാമറേന്റെ അല്ല, ഫ്രണ്ട് ബാക്കിന്റെ ആ ഒരു ചിഹ്നം, പിന്നെ മ്യൂട്ട് ചെയ്തതിന്റെ ഉണ്ട്, പിന്നെ ഒരു എന്താ പറയാ, ഹായ് ചെല്ലോം പറയുന്നുണ്ട്. ഹായ് ഹായ്. ഇതിലേതാന്ന് അറിയില്ലല്ലോ.